മക്കളെ, one of the most repeated NEET PYQ on the screen, and the question is the symbiotic association of fungi with the root of higher plant is called. Here we have four options: Eubacteria, Actinomycetes, Mycorrhiza, Lichen. So each and every option നമുക്ക് നോക്കാണെന്നുണ്ടെങ്കിൽ Eubacteria. Eubacteriaയിൽ നമ്മൾ symbiotic association കാണുന്നില്ല. Okay, there is no symbiotic association in Eubacteria's group. Okay, അവർക്ക് എന്താണ്? അവരൊരു ബാക്ടീരിയയുടെ ഗ്രൂപ്പ് ആണല്ലേ. സോ അവിടെ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സിംബയോട്ടിക് അസോസിയേഷൻ നമുക്ക് സീൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, യൂബാക്ടീരിയനെ കട്ട് ചെയ്ത് കളയാം. നെക്സ്റ്റ് വൺ ആക്ടിനോമൈസെറ്റ്സ് ആണല്ലേ, ഒരു ഫംഗൈ ഗ്രൂപ്പ് ആണ് ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെ സം സ്പീഷീസിൽ എന്ത് കാണുന്നുണ്ട്, സിംബയോട്ടിക് അസോസിയേഷൻ അവിടെ പ്രസന്റ് ആണ്. ബട്ട് എന്താണ്, ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അവിടെ എന്താണ്, സം സ്പീഷീസിൽ പ്രസന്റ് ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ. And Mycorrhiza. In the case of Mycorrhiza, Mycorrhiza is the typical example of symbiotic association of fungi. Okay, Mycorrhiza fungi ആണ്. ആൻഡ് എന്താണ്, അവിടെ ഒരു ടിപ്പിക്കൽ സിംബയോട്ടിക് അസോസിയേഷൻ പ്രസന്റ് ആണ്. റൂട്ട് ഇൻ ദി കേസ് ഇൻ സം പ്ലാന്റ്സ് എന്താണ്, റൂട്ടിൽ കാണാം, അല്ലെങ്കിൽ അറൗണ്ട് അല്ലെങ്കിൽ സറൗണ്ട് ദി റൂട്ട്സിൽ എന്ത് കാണാൻ പറ്റും, മൈക്കോറൈസൽ അസോസിയേഷൻ കാണാൻ പറ്റും. ഓക്കെ. ലൈക്കന്റെ കേസ് ആണെങ്കിൽ ആൽഗൽ ഫംഗൈ അസോസിയേഷൻ ആണ് അവിടെ കാണാൻ പറ്റുന്നത്. ആൽഗൽ ഫംഗൈ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ലൈക്കന്റെ കേസിൽ നമുക്ക് സീൻ ചെയ്യാൻ പറ്റുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് സിംബയോട്ടിക് association of fungi with the roots of higher plants. Higher plants in the roots symbiotic association കാണാൻ പറ്റുന്നത്, that is option C, Mycorrhiza. Okay.